ഓം മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. സുഹൃത്തുക്കളായ പുണ്യാത്മാക്കളെ, ഭഗവത്ഗീതയിലെ മർമ്മങ്ങൾ എന്ന പരമ്പരയിൽ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ആസുരഗുണങ്ങൾ. ദംഭോദർപ്പോഭിമാനശ്ച ക്രോധപാരുഷ്യമേവ ച അജ്ഞാനം ചാഭിജാതസ്യ പാർത്ഥ സമ്പദമാസുരിം. തനിക്കില്ലാത്ത ഗുണങ്ങൾ ഉണ്ടെന്ന് നടിക്കുക, ആരോഗ്യം, യൗവനം, സമ്പത്ത് എന്നിവയിൽ അഭിമാനം വെച്ച് പുലർത്തുക, തന്നെക്കാൾ യോഗ്യതയുള്ളവർ ആരുമില്ലെന്ന ദുരഭിമാനം വെച്ച് പുലർത്തുക, പരുഷമായ പെരുമാറ്റം എന്നിവയെല്ലാം ആസുര സ്വഭാവക്കാരുടെ ലക്ഷണങ്ങളാണ്. പ്രിയരെ, ആസുര ഗുണങ്ങളുടെ സ്വാധീന വലയത്തിൽ പെട്ടുപോകുന്ന പലരും തന്നിൽ ഇല്ലാത്ത ഗുണങ്ങൾ ഉണ്ടെന്ന് നടിച്ചും മറ്റുള്ളവരെയെല്ലാം തെറ്റിദ്ധരിപ്പിച്ചും തനിക്ക് പല ഗുണങ്ങളും ഉണ്ടെന്ന് വരുത്തി തീർക്കുവാൻ പരിശ്രമിക്കുന്നു. ഇവർ മോശക്കാരാണെന്ന് അർത്ഥമില്ല. തങ്ങളിൽ കുടികൊള്ളുന്ന ദുർഗുണങ്ങളെ നിയന്ത്രിക്കുവാനോ നിരാകരിക്കുവാനോ ഉള്ള ഇച്ഛാശക്തിയും ദൃഢനിശ്ചയവും ഇവർക്കില്ല എന്നതാണ് സത്യം. ഗുണസമ്പന്നരായ ഒരു വ്യക്തി ഒരിക്കലും ദുരഭിമാനിയായിരിക്കില്ല. അയാൾ വിനയശീലവും സ്നേഹസമ്പന്നനും സേവന തൽപരനുമായിരിക്കും. കാർമേഘങ്ങൾ സൂര്യപ്രകാശത്തെ മറച്ചുകളയുന്നത് പോലെ ദർപ്പം, ദമ്പം, ദുരഭിമാനം തൊട്ടുള്ള ദുർഗുണങ്ങൾ മനുഷ്യനിലെ നന്മകളെയും മറച്ചുവെക്കുകയോ കെടുത്തിക്കളയുകയോ ചെയ്യാറുണ്ട്. ഒഴുക്കില്ലാത്ത ജലാശയത്തിൽ തഴുക്കുകയും നിറയ്ക്കുകയും കീടങ്ങൾ പെരുകുകയും ചെയ്യുന്നത് പോലെ അജ്ഞാനത്താൽ നിറയ്ക്കപ്പെട്ട മനസ്സുകളിൽ ആസുരഭാവങ്ങൾ വർദ്ധിച്ചും വരാതിരിക്കില്ല. പ്രകാശമുള്ളിടത്ത് ഇരുട്ടിന് സ്ഥാനമില്ല. ഉയരാനുള്ള ആഗ്രഹം ഇല്ലാതെ വരുമ്പോഴാണ് മനസ്സിൽ ആസുരഭാവങ്ങൾ വർദ്ധിച്ചു വരുന്നത്. താഴോട്ട് വീഴാൻ പരിശ്രമം ആവശ്യമില്ല. എന്നാൽ മേൽപോട്ട് ഉയരാൻ ഓരോ കാൽവെപ്പിലും ശക്തിയും ശ്രമവും വേണം. സ്നേഹപൂർവം, രഞ്ജൻ, കയനാടത്ത്.